ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. മുട്ടയും റവയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 സബോള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കൈകൊണ്ട് തിരുമ്മി ഇതുപോലെ ഒറ്റയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് ഇതുപോലെ ഉള്ളി ഒറ്റയായിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ കൈവച്ചിട്ട് ഇതുപോലെ തിരുമ്മി നല്ല പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം, അതേപോലെ കട്ട് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവയിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി റവയില്ല, നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു റവയുടെ കണക്കനുസരിച്ചാണ് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും എത്രയാണോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ 1/2 സ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയുടെ നനവിൽ എത്രത്തോളം നനയുന്നോ അത്രയും നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. എന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ. അതിൽ നിന്ന് പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. റവ ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും നമുക്കിത് കുതിർന്ന് കിട്ടും. ഒരുപാട് അങ്ങ് അഴിഞ്ഞു പോവരുത്, കുറച്ചൊരു ടൈറ്റിലായിട്ട് ഇരിക്കണം. എങ്കിലേ നമുക്കിതുപോലെ നുള്ളിയെടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ഒരേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.